കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ രണ്ടാം പ്രതിയും തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനുമായ പേരാമ്പ്ര സ്വദേശി റിനീഷിനെ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടി. കോട്ടയം പാലായിലെ ഹോട്ടൽ ജീവനക്കാരനായി ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് വലയിലാക്കിയത്. വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച കടത്തനാട് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യ ആസൂത്രകൻ റിനീഷ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വടകരയിലെത്തിച്ചു. UDF ഭരണസമിതിക്ക് കീഴിലുള്ള സൊസൈറ്റിയിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വ്യാജ കരാറുകൾ ചമച്ച് കോടികൾ വകമാറ്റിയായിരുന്നു തട്ടിപ്പിന്റെ രീതി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ സൊസൈറ്റിയിൽ 2.61 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരുന്നു. സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ കിട്ടാത്തതിനെ തുടർന്ന് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം കുട്ടി ഹാജി ജീവനൊടുക്കിയതോടെയാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തറിയുന്നത്. 2021 ജൂലൈ മുതൽ 2023 ജൂലൈ വരെയുള്ള കാലയളവിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാനായി ഇബ്രാഹിം ഹാജി നിരന്തരം സൊസൈറ്റി ഓഫീസിലും പ്രസിഡന്റിന്റെ വീടുകളിലും കയറിയിറങ്ങിയിരുന്നു. എന്നിട്ടും പണം ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് 29-ന് ബോർഡ് പ്രസിഡന്റായിരുന്ന സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് ഇബ്രാഹിം ഹാജി ജീവനൊടുക്കിയത്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് പിന്നാലെ നിരവധി നിക്ഷേപകരാണ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതിനിടെ കേസിൽ ഒന്നാം പ്രതിയായ മുൻ പ്രസിഡന്റും മുൻ DCC സെക്രട്ടറിയുമായ TV സുധീർ കുമാറിനെ ക്രൈംബ്രാഞ്ച് നേരത്തെ ചേന്നമംഗലത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. റിമാൻഡിലായിരുന്ന സുധീർ കുമാറിനെ തെളിവെടുപ്പിനായി വടകര കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ സൊസൈറ്റി സെക്രട്ടറി പ്രീന മുൻകൂർ ജാമ്യത്തിനായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുഖ്യ സൂത്രധാരൻ റിനീഷിനെയും കോൺഗ്രസ് നേതാവ് സുധീറിനെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം. ന്യൂസ് മലയാളം, കോഴിക്കോട്.